ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തേത് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ്. പൊതിച്ചോറിനുള്ള എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ അവിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാ പീസുകളും കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഇടാനുള്ള തേങ്ങയും പച്ചമുളകും കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. എന്നതിന് ശേഷം വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കുറച്ച് തൈര് കൂടെ ഇട്ടിട്ടാണ് അവിയൽ തയ്യാറാക്കി എടുക്കുന്നത്. അടുത്തത് ഏതെങ്കിലും ഒരു ഫ്രൈ വേണം. അതിന് വേണ്ടിയിട്ട് പ്രോൺ ഇവിടെ ഞാൻ എടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പ്രോൺ ഇവിടെ ഞാൻ 2 പോർഷൻ ആക്കിയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു പോർഷൻ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും മറ്റേ ടൈപ്പ് കുറച്ചൊരു മസാല പുരണ്ടിരിക്കുന്ന ഒരു ടൈപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 2 തക്കാളിയും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് തക്കാളി എടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് പച്ചമുളക് ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. എന്നതിന് ശേഷം ആ പേസ്റ്റ് നമ്മളൊരു വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ടതിന് ശേഷം ഈ ഒരു പേസ്റ്റ് ഇട്ട് പിന്നെ നമ്മൾ ഒരു ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോണ് ഈ ഒരു മസാലയിലിട്ടിട്ട് നമ്മൾ എത്ര കുറുകിയിട്ടാണോ മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുക. ഇപ്പോൾ 3 ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അവിയലും ഒരു ഡ്രൈ ആയിട്ടുള്ള പ്രോണും പിന്നെ ഒരു മസാല ടൈപ്പുള്ള ഒരു പ്രോണും ആയിട്ടാണ്. അടുത്തത് പൊതിച്ചോറിൻ്റെ മെയിൻ ആയിട്ടുള്ള ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. അത് സാധാ നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കുറച്ച് കറിവേപ്പില, പച്ചമുളക്, പുളി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഉപ്പും എല്ലാം കൂടിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എഗ്ഗ് ഓംലെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഐറ്റംസ് പൊതിച്ചോറിനുള്ള. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് വാഴയില നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുത്ത് ഇതിലേക്ക് ഇട്ട് എല്ലാ ഐറ്റംസും നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി അവിയൽ, ഡ്രൈ ആയിട്ടുള്ള പ്രോണ്, മസാല പ്രോണ്, തേങ്ങാ ചമ്മന്തി, എഗ്ഗ് ഇതൊക്കെ അതിലിട്ട് വാഴയിലയിലിട്ട് അത് നല്ലവണ്ണം ഒന്ന് മടക്കി നമുക്ക് പൊതിയായിട്ട് കുറച്ച് ടൈം വെക്കണം. 1-2 മണിക്കൂർ വെക്കുക. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു 1 അവർ അങ്ങനെ നമ്മൾ അതൊരു പൊതിയിലാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാം. ആ ഒരു ടൈമിൽ ഞാനൊരു പായസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞിയായിട്ടുള്ള അടയാണ്, നുറുക്കായിട്ടുള്ള അടയാണ് ഞാൻ വാങ്ങിച്ചത്. അത് ആദ്യം തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് വെച്ചതിന് ശേഷം അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഷുഗർ കാരമലൈസ് ചെയ്യുന്നുണ്ട്. ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കാരമലൈസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കൊരു പീസ് ഓഫ് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചൊന്ന് രണ്ടും മിക്സായി വന്നതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോഫ്റ്റ് ആവാൻ വെച്ചിട്ടുള്ള ആ ഒരു അട നമുക്ക് വെള്ളം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ പാലിലേക്ക്. എന്നതിന് ശേഷം കുറച്ച് ഗീ കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം പാലും അടയും കൂടെ ഒന്ന് മിക്സായിട്ട് ആ പാലിൻ്റെ ഒരു അടയിലേക്ക് അബ്സോർബ് ആയതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷൻ പാല് എത്ര ലൂസ് വേണമെന്നതിനനുസരിച്ചിട്ട് പായസത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ഷുഗറും അതോടൊപ്പം ഏലക്കപ്പൊടിയും അങ്ങനെ മിൽക്ക് മെയ്ഡും അതൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം ഒത്തു വന്ന് കറക്റ്റ് പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കതിന് അടുത്തത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് നെയ്യിൽ വറുത്തിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസവും റെഡിയാണ്. ഈ പായസം റെഡിയായതിനു ശേഷം നമുക്ക് നേരെ പൊതിച്ചോറിലേക്ക് പോവാം. പൊതിച്ചോറ് ഓപ്പൺ ചെയ്ത് കഴിക്കേണ്ട ടൈമായി. കാരണം 1 അവറിൻ്റെ മുകളിലായി. മാത്രമല്ല നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് പൊതിച്ചോറ് ഓപ്പൺ ചെയ്യാം.
അങ്ങനെ ഇന്നത്തെ പൊതിച്ചോറും പായസവും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായി വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഇതുപോലെ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.